WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. നീലപ്പെട്ടി WTO ടെർമിനോളജിയാണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. കാർഷിക സബ്സിഡിയുമായി ബന്ധപ്പെട്ട ബോക്സസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യത്തിനകത്ത് വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പെട്ടിയുടെ പേരാണ് ദ സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. എന്താണ്? എസ് ആൻഡ് ഡി പെട്ടിയുടെ ഫുൾ ഫോം ആണ് സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ബോക്സ് എന്ന് പറയുന്നത്. എസ് ആൻഡ് ഡി ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് എന്നാണ്. ഇതിനെ നമ്മൾ ഡെവലപ്മെന്റ് ബോക്സ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മെച്ചപ്പെട്ട കാർഷിക സമ്പ്രദായങ്ങളിലേക്ക് മാറുന്നതിന് വികസ്വര രാജ്യങ്ങളെ സഹായിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന കാര്യം നമ്മൾ ഓർത്തു വെച്ചേക്കണം. ഏത് രാജ്യങ്ങളെയാണ്? വികസ്വര രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. വികസ്വര രാജ്യങ്ങളെ സഹായിക്കുക. ഇനി വികസ്വര രാജ്യങ്ങൾക്ക് കാർഷിക ഉൽപാദനത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സബ്സിഡികൾ അനുവദിച്ചുകൊണ്ട് അവരെ പിന്തുണയ്ക്കുക. ദ സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എസ് ആൻഡ് ഡി ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡെവലപ്മെന്റ് ബോക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർഷിക സമ്പ്രദായങ്ങളിലേക്ക് മാറാൻ വികസ്വര രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി. WTOയുടെ തന്നെ ഒരു അണ്ടറിൽ വരുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സബ്സിഡിയാണ് വികസ്വര രാജ്യങ്ങൾക്കാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ ഇവിടം വരെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിനെ കണക്റ്റഡ് പഠിക്കുമ്പോൾ എന്തുകൂടെ പഠിച്ചു വെച്ചിരിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൂടെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. നോക്കാം. ഇവിടെ അടുത്തത് അഗ്രികൾച്ചറൽ സബ്സിഡി എന്ന് പറഞ്ഞിരിക്കുന്നത് 1994 WTO കാർഷിക കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തിനാണ് ഈ കാർഷിക കരാർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വ്യാപാര തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടും സുതാര്യമായ വിപണി പ്രവേശനത്തിനും ആഗോള വിപണികളുടെ സംയോജനത്തിനും വേണ്ടിയിട്ടാണ് ഈ കാർഷിക കരാറൊക്കെ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സബ്സിഡികൾ കൊണ്ട് ഗ്രീൻ ബോക്സ്, വ്യാപാരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത സബ്സിഡിയാണ് ഗ്രീൻ ബോക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇത് സർക്കാർ ധനസഹായത്തോടെ നൽകേണ്ടതാണ്. ഇതിന് ലിമിറ്റുകളൊന്നും ഇല്ല. അടുത്തത് പരിസ്ഥിതി സംരക്ഷണം പ്രാദേശിക വികസന പരിപാടിയുമായി ഉൾപ്പെട്ട. അപ്പൊ ഗ്രീൻ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത സബ്സിഡിയാണ്, സർക്കാർ ധനസഹായത്തോടെ നൽകണം, പരിധികളില്ല, പരിസ്ഥിതി സംരക്ഷണം പ്രാദേശിക വികസന പരിപാടി എന്നിവ ഉൾപ്പെടുന്നു. അടുത്തത് ബ്ലൂ ബോക്സ്, വ്യവസ്ഥകളുള്ള ആംബർ ബോക്സ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉൽപാദന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സബ്സിഡിയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഉൽപാദന നിയന്ത്രണം ചോദിച്ചാൽ ബ്ലൂ ബോക്സ്. മാർക്കറ്റിൽ അധികം വ്യതിയാനം വരുത്താതെ സബ്സിഡി നൽകുന്നു ബ്ലൂ ബോക്സ്. ഇതിന് പരിധികളൊന്നും ഇല്ല. വ്യവസ്ഥകളുള്ള ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ് ഉൽപാദന നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാർക്കറ്റിൽ വ്യതിയാനം ഉണ്ടാകാതുള്ള സബ്സിഡിയാണ് ബ്ലൂ ബോക്സിനകത്ത് വരുന്നത്. അടുത്തത് ആംബർ ബോക്സ്, പരിധികൾക്ക് വിധേയമാണ്. ഒരു രാജ്യത്തിന്റെ ഉൽപ്പന്നത്തിന്റെ വിലയുമായി മറ്റൊരു രാജ്യത്തിന്റെ ഉൽപ്പന്നം വളരെ വില കുറഞ്ഞതാക്കി അന്താരാഷ്ട്ര വ്യാപാരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന സബ്സിഡികളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഒരു രാജ്യത്തിന്റെ ഉൽപ്പന്നത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു രാജ്യത്തിന്റെ ഉൽപ്പന്നം വളരെ വില കുറഞ്ഞതാക്കി അന്താരാഷ്ട്ര വ്യാപാരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന സബ്സിഡികളാണ്. സോ ഇതിന്റെ പരിധികൾക്ക് വിധേയമാണ്. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യുന്ന തടസ്സം സൃഷ്ടിക്കുന്ന സബ്സിഡികൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം? ആംബർ ബോക്സ് എന്ന കാര്യം ഓർത്തുവെച്ചേക്കാം. WTOയുടെ വികസന രാജ്യങ്ങളുടെ മാനവ വികസന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെട്ടി ഏതാണ്? S&D പെട്ടിയാണ്.